അയ്യോ ഞങ്ങളെ കൂടി അങ്ങ് എടുക്കണമേ എന്ന നിലവിളിയാണ് ഇന്ദിരാഭവനിൽ ഇന്നലെ മുഴങ്ങിക്കേട്ടത്. അത് മറ്റാരുടേതുമല്ല, സാക്ഷാൽ PV അൻവറിൻ്റെതാണ്. UDFിന്റെ ഭാഗമാവാൻ കോൺഗ്രസിന് മാത്രമല്ല ലീഗ് തുടങ്ങിയ ഇങ്ങേറ്റ ഫോർവേഡ് ബ്ലോക്കിന് വരെ ഏകദേശം 10ഓളം കക്ഷികൾക്ക് നോട്ടീസ് കൊടുത്തു. നാണമില്ലേ അൻവർക്ക് നിങ്ങൾക്ക്? പ്രതിപക്ഷ നേതാവ് VD സതീശനോട് കഴിഞ്ഞ ദിവസം പരസ്യമായി മാപ്പ് പറയുകയും UDFിനൊപ്പം നിൽക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ നോട്ടീസുമായി പിന്നാലെ ഓടി നടക്കുന്നത്. UDFിൽ ചേരണമെങ്കിൽ അക്കാര്യം അൻവർ ആവശ്യപ്പെടണമെന്നായിരുന്നു മുന്നണി നേതൃത്വത്തിന്റെ നിലപാട്. അത് താങ്കൾ നേരത്തെ ആവശ്യപ്പെടുകയും ചെയ്തു. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സാധ്യതകളും വ്യക്തമാക്കുന്ന 10 പേജുള്ള നോട്ടീസാണ് ഇവർക്കെല്ലാം അൻവർക്ക് നൽകിയത്. MLA സ്ഥാനം രാജിവെക്കാനും തൃണമൂലിൽ ചേരാനും ഇടയാക്കിയ സാഹചര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. സതീശന്റെ നേതൃത്വത്തിൽ ഈ മാസം 27-ാം തീയതി ആരംഭിക്കുന്ന മലയോര സംരക്ഷണ പ്രചാരണ ജാഥയുടെ ഭാഗമായി ചേരുന്ന UDF നേതൃയോഗം ഈ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ജാഥയിൽ പങ്കെടുപ്പിക്കണമേ എന്ന് അൻവർ അവരോട് പറയുകയും ചെയ്തു. അതേസമയം തൃണമൂൽ ദേശീയ പാർട്ടി ആയതിനാൽ മുന്നണി പ്രവേശനത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാട് വ്യക്തമാക്കണം. നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്കായി ഒരു ദിവസം പോലും വിശ്രമമില്ലാതെയുള്ള പ്രവർത്തനം അനിവാര്യമാണെന്നും യോജിപ്പിന്റെ അന്തരീക്ഷം തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ പാർട്ടിയിൽ ചോദിക്കാനും പറയാനും ആളുണ്ടെന്നും കോൺഗ്രസ് രാഷ്ട്രീയ കാര്യ സമിതി യോഗത്തിൽ നേതാക്കൾ പറഞ്ഞപ്പോഴും ആരും അൻവറിനെ കുറിച്ച് മിണ്ടിയതേയില്ല. സംസ്ഥാന തലത്തിലെ പുനഃസംഘടന അനാവശ്യമായ ചർച്ചയാക്കരുതെന്നും വേണ്ട നടപടികൾ നേതൃത്വം തീരുമാനിക്കുമെന്നുമാണ് യോഗത്തിൽ വ്യക്തമാക്കിയത്. നേതാക്കൾ തമ്മിൽ ഐക്യമില്ലെങ്കിൽ താൻ ചുമതല വഹിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ദീവാദാസ് മുൻഷി ആ യോഗത്തിൽ തുറന്നടിച്ചു. നിലവിൽ കോൺഗ്രസ് വിജയിച്ച 21 സീറ്റിന് പുറമെ 63 സീറ്റിൽ കൂടി ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകണമെന്ന് നേതാക്കളിൽ ഒരാൾ പറഞ്ഞത് നേരിയ തർക്കത്തിനിടയാക്കി. 63 എന്ന കണക്ക് എവിടെ ചർച്ച ചെയ്താണ് തീരുമാനിച്ചതെന്ന് ചോദ്യമുയർന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി ഏകദിന ശില്പശാല ഉടൻ സംഘടിപ്പിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. രാഷ്ട്രീയകാര്യ സമിതി എല്ലാ മാസവും നിർബന്ധമായി ചേരണമെന്ന് ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചു. ജില്ലകളിലെ ചുമതലയുള്ള നേതാക്കൾ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നും നിർദ്ദേശിച്ചു. പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള ചർച്ചകൾ ദോഷം ചെയ്യുമെന്ന് നേതാക്കൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എതിരാളികളുടെയും ചില മാധ്യമങ്ങളുടെയും അജണ്ടയാണ്. അതിൽ വീഴരുത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കഴിവും പ്രതിച്ഛായയും മുഖ്യ മാനദണ്ഡമാക്കണമെന്നും കമ്മിറ്റിയിൽ പറഞ്ഞു. അങ്ങനെയാണ് കമ്മിറ്റിയിൽ ചർച്ചകളെല്ലാം വന്നത്. ജനം സർക്കാരിനെതിരാണെന്നും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് രമേശ് ചെന്നിത്തല, അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, മുഖ്യമന്ത്രി മോഹി എന്നൊക്കെ പറയാം അദ്ദേഹം അങ്ങനെയാണ് ചൂണ്ടിക്കാട്ടിയത്. ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് പാർട്ടി പദവികളിൽ അർഹമായ പ്രാതിനിധ്യം നൽകണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെട്ടു. നേതാക്കൾ പരസ്പരം പോരടിച്ചാൽ പ്രവർത്തകരാണ് വേദനിക്കുന്നതെന്ന് ആണ് PJ കുര്യൻ പറഞ്ഞത്.